ഹലോ, ഇന്ന് ഞാൻ വന്നേക്കുന്നത് എൻ്റെ ചെറിയൊരു ലഞ്ച് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിന്ന് ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിനകത്തൊന്നുമില്ല. ആകെ ഉണ്ടായിരുന്ന ഈ ഒരു അവക്കാഡോ ആയിരുന്നു. പിന്നെ കുറച്ച് ഇന്ന് വാടണോ നാളെ വാടണോ എന്ന് ആലോചിച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു ക്രീമി അവക്കാഡോ റൈസ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ആ 2 അവക്കാഡോ എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തേ. പിന്നെ അതിനകത്തേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ പിങ്ക് ഹിമാലയൻ സോൾട്ടാണ് ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ അതിനകത്തേക്ക് കുറച്ച് വൈറ്റ് അണിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റെഡ് അണിയൻ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഞാനങ്ങ് ആഡ് ചെയ്തു. പിന്നെ ഇതിനകത്തേക്ക് ഞാനാണെങ്കിൽ എന്നോ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച ഈ ഒരു നാരങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് ലെമൺ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിൻ്റെ പകുതിയെ ഞാനിപ്പോൾ ആഡ് ചെയ്തുള്ളായിരുന്നു. കാര്യം റൈസ് ആഡ് ചെയ്തിട്ട് പുളി കുറവാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ നേരത്തെ പറഞ്ഞ ആ മല്ലിയില ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് എരിവിന് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ പോയിൻ്റ് ഓഫ് ടൈമിൽ വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ളത് കൊണ്ടൊരു തട്ടിക്കൂട്ട് റൈസ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഇരുന്ന കുറച്ച് റൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റൈസും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത്. ഇത് ബസ്മതി റൈസാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ നിങ്ങളിത് ആഡ് ചെയ്യുമ്പോഴുണ്ടല്ലോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തിരി തണുത്ത ചോറ് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ചൂട് ചോറ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഗ്രീൻ അവക്കാഡോ ബ്രൗൺ അവക്കാഡോ ആയിക്കളയും. അതുകൊണ്ട് അത് കുറച്ച് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിച്ചേക്ക് കേട്ടോ. പിന്നെ ഞാൻ അതിനകത്തേക്ക് ബാക്കി ഉണ്ടായിരുന്ന ലെമണും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈസി ലഞ്ച് റെഡി ആയിട്ടുണ്ട്.